ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് കടല കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് മമ്പയർ വേവിച്ച കുക്കർ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കുന്നതിൻ്റെ മുന്നേ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒന്ന് കൂക്കിച്ചെടുക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, ഒരു ഏലക്കായ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളൻ്റെ മുറി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളിയും തേങ്ങയും ഒക്കെ ചതച്ച് അരച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വേവിച്ച കടല ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തതാണ്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്.